ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ വീണ്ടും തയ്യാറെടുപ്പ് നടത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചില രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, റോമിൽ നടക്കുന്ന 5ാം ഘട്ട ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട്, സമാധാന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ അമേരിക്കയുടെ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് ആണവായുധ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്കോ അവിടുത്തെ സർക്കാരിനോ അതേപോലെ തന്നെ അവിടുത്തെ ഭൂമിക്കോ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിർത്തിയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ജൂത വിഭാഗത്തെ അവിടെ തന്നെ താമസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിന്യസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലൊക്കെ ഇസ്രായേൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് 75ഓളം കുടുംബത്തെയാണ് അവർ അവിടുന്ന് കുടിയൊഴിപ്പിച്ചത്. അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 750ഓളം ഏകദേശം ആളുകളുണ്ട് എന്നുള്ളതാണ്. അത്രയും ആളുകളെ മധ്യ ഇസ്രായേലിലേക്ക് കുടിയൊഴിപ്പിച്ചത് യുദ്ധത്തിന് ഏറെക്കുറെ സമാധാനം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന തരത്തിലാണ്. ലെബനാനുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കരാറ് ഇസ്രായേൽ ലംഘിച്ചതോടുകൂടി അത് ലെബനാനും ലംഘിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇവരെ അവിടേക്ക് താമസിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേൽ സർക്കാർ നടക്കാതെ പോയ കാര്യമാണ്. അഷ്കലോൺ ഭാഗത്തെക്കുറിച്ച് പിന്നെ രണ്ടാമത് പറയുന്നുണ്ട്. അഷ്കലോൺ എന്ന് പറഞ്ഞാൽ ഈ ഗസയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നഗരമാണ്, വലിയ നഗരപ്രദേശമാണ്. ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടേക്കും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സർവ്വ മേഖലയിലും പ്രയാസങ്ങളും അവിടെ മുഴുവനും പുനഃതാമസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകളും ഇസ്രായേൽ സർക്കാർ അനുഭവിക്കുന്നു. ഇതിനൊക്കെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ഇറാനാണ്. ഇപ്പോൾ യമനുമായിട്ട് നടക്കുന്ന യുദ്ധം അതിശക്തമായിരിക്കുന്ന യുദ്ധമാണ്. പ്രതിരോധം തകരുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. പിന്നാമ്പുറം ഇറാൻ പ്രവർത്തിക്കുന്നു. അത് പാലസ്തീന് പിന്തുണ ഇറാൻ്റെതാണ്. അങ്ങനെ അവർ വിശദീകരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇന്ന് സർവ്വ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന ഇറാനാണ് എന്നതിനാൽ അവരുടെ ശക്തിയും ബലവും ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അവർ ഇത്രത്തോളം ശക്തമായ രീതിയിൽ ഇത്തരം വിഭാഗത്തിന് പിന്തുണ നൽകുന്നത് കൈവശം ആണവായുധമുണ്ട് എന്നതിലാണ്. അതുകൊണ്ട് ആണവായുധത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടി എത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന ഒരു അഭിപ്രായത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല. അവരിപ്പോൾ പറയുന്ന കാര്യം ഇറാന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ മാത്രം ആവശ്യമല്ല, അത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. അമേരിക്ക കൂടി വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാൻ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എല്ലാം കൃത്യമായ രീതിയിൽ പഠിച്ച ശേഷം ഇറാന് നേരെ അമേരിക്ക ഒരു ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ, ഒരു പക്ഷേ ഇറാനോടൊപ്പം ചൈനയും റഷ്യയും ചേരുന്ന സ്ഥിതി ഉണ്ടായാൽ മേഖലാ യുദ്ധമായിട്ട് അല്ലെങ്കിൽ മൂന്നാം ലോക യുദ്ധമായിട്ട് അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാലും ഇറാനുമായി അമേരിക്ക യുദ്ധത്തിന് തയ്യാറാവില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിലോ അവർക്ക് അമേരിക്ക പിന്തുണ നൽകും എന്നുള്ള ഒരു ഉറപ്പാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ, ഒരു രഹസ്യമായിരിക്കുന്ന ഒരു അജണ്ട എല്ലാം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവരുടെ രാജ്യം സുരക്ഷിതമാണെങ്കിൽ, പൗരന്മാർ സുരക്ഷിതരാണെങ്കിൽ, അതോടൊപ്പം തന്നെ വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ ഇറാന്റെ ശക്തി ക്ഷയിക്കണം. ആണവായുധവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി ഇല്ലാതാകുന്ന യുറേനിയം സമ്പുഷ്ടീകരണം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പുതിയ ഒരു നയങ്ങൾ ഉണ്ടാവുന്നവരെ അല്ലെങ്കിൽ അത്തരം ഒരു സമ്പുഷ്ടീകരണ നിർമ്മിതികൾ ഇല്ലാതാകുന്നവരെ നമ്മൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഏറെക്കുറെ ഇറാന്റെ ഏത് മേഖലയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ തങ്ങൾ അവരെ ആക്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് വിവരങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ ഇറാൻ അതിന് മറുപടി പറഞ്ഞു. ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇസ്രായേലിനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും അവർക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട് 2 പ്രാവശ്യം. ഞങ്ങൾ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്.
ആ തിരിച്ചടിക്ക് ശേഷം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ആകാശത്തൂടെ വിമാനം പറത്തി, ഡ്രോണുകൾ പറത്തി എന്നൊക്കെ പറയാമെന്നല്ലാതെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഒരു ഇസ്രായേലിൻ്റെ വിമാനം പറന്നിട്ടില്ല. പറന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോയിട്ടുമില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇസ്രായേൽ നൽകിയിരിക്കുന്ന മറുപടി. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നുള്ളത് തൻ്റെ ലക്ഷ്യമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തിയിട്ടില്ല. പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് യമൻ അതിന് തിരിച്ചടിക്കുകയും ചെയ്തു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു മേഖലയിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു, മറ്റൊരു മേഖലയിൽ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇരട്ട മുഖമുള്ള അഭിനയമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 1967 6 രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വളരെ പെട്ടെന്ന് വിജയിപ്പിക്കുകയും അവരുടെ പ്രദേശം ആ 4 രാജ്യങ്ങളിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. ലെബനാനും സിറിയക്കും ജോർദാനും ഈജിപ്തിനും അന്ന് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭൂപ്രദേശമൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ അവരുടെ രാജ്യമായിട്ട് കൊണ്ടുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഏകദേശം 10 ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇസ്രായേൽ ഉണ്ട് എന്ന് പറയുന്നു. ഈ 10 ലക്ഷം മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട 4 രാഷ്ട്രങ്ങളുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശം പിടിച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഭൂമിയും അവരുടെ വീടും അവരും ഈ രാജ്യത്തോട് കൂടിച്ചേരും. അങ്ങനെയാണ് ജനസംഖ്യാനുപാതികമായ രീതിയിൽ വലിയ മുന്നേറ്റം ഇസ്രായേലിൻ്റെ അകത്ത് മുസ്ലിങ്ങൾക്കുണ്ടാവാനുള്ള കാരണം വിലയിരുത്തുന്നു. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമാണ്. അവർക്ക് ഇറാൻ ആക്രമിക്കണം, എന്നാൽ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്കയുടേത് ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. എന്നാലും ചിലപ്പോൾ കാല് മാറിയാലോ എന്നൊരു ഭയപ്പാടുമുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.